Hello friends, welcome back to my channel. എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈഫ് ഈസ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ പാർട്ടിൽ ഫങ്ഷൻ ഓഫ് സെൽ വരെ നമ്മൾ പറഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് സെൽ അല്ലേ. അനിമൽ സെല്ലും ഉണ്ട്, പ്ലാന്റ് സെല്ലും ഉണ്ട്. ഇതൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയതാണ്. ദെൻ ഒരു പ്ലാന്റ് സെല്ലായാലും അനിമൽ സെല്ലായാലും ഓരോ കോശവും അത്രയും കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ളതാണ്. നോക്കൂ, ഒരൊറ്റ കോശത്തിലാണ് ഇത്രയും പാർട്സ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഇങ്ങനെ എത്ര കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എല്ലാ കോശത്തിൻ്റെ സ്ട്രക്ചർ കോംപ്ലക്സ് ആയിരിക്കും, സ്വാഭാവികമല്ലേ. ദെൻ നോക്കൂ, ഈ ചിത്രത്തിൽ പ്ലാന്റ് സെല്ലിൻ്റെ പാർട്സ് കാണിച്ചിരിക്കുന്നു. ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ്, വാക്യൂൾ, മൈറ്റോകോൺട്രിയോൺ, സെൽ വാൾ. ഇതിലെല്ലാ പാർട്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമുക്കത് പഠിക്കാം. യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ സെൽ വാൾ, ദ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ, ദ സൈറ്റോപ്ലാസം, ദ ന്യൂക്ലിയസ്, എക്സെട്ര. വാട്ട് ആർ ദി അതർ പാർട്സ് യു ഒബ്സർവ്ഡ് ഇൻ ദി ഫിഗർ? ലിസ്റ്റ് ദം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയർ പോർ, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോലസ്, ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ഇനി നോക്കൂ, പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. All substance inside the cell membrane constitute the protoplasm. അതായത് സെൽ മെംബ്രെയിനു ഉള്ളിലുള്ള ആ ഒരു വസ്തുവിനെ, സബ്സ്റ്റൻസ്, എന്തൊക്കെ സബ്സ്റ്റൻസ് ഉണ്ടോ അതിനെയെല്ലാം ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു പാർട്ടാണെങ്കിലും അതിൽ ന്യൂക്ലിയസ് ഉൾപ്പെടുത്തില്ല. പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു പാർട്ടിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്, പക്ഷേ എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ്. ഓക്കെ, ദെൻ നമ്മുടെ ജീവപ്രവർത്തനങ്ങൾ നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഫാക്ടേഴ്സും എവിടെ കാണപ്പെടുന്നുണ്ട്? സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ സെൽ ഓർഗനൽ സെൽ ഓർഗനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശാംഗങ്ങൾ, അതും നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓരോ സെൽ ഓർഗനൽസും അതിൻ്റെ ഫങ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, മൈറ്റോകോൺട്രിയോൺ. മൈറ്റോകോൺട്രിയോൺ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. അതായത് സെല്ലിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാവും പവർ ഹൗസ് എന്നറിയപ്പെടുക? എനർജിയുടെ പ്രൊഡക്ഷനും സ്റ്റോറേജും നടക്കുന്ന സ്ഥലമാണ് മൈറ്റോകോൺട്രിയോൺ. ദെൻ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലിവർ, ബ്രെയിൻ, മസിൽ അവിടെയുള്ള സെൽസിലാണ്. ഓക്കെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജിയുടെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയോൺ അവിടുത്തെ സെല്ലിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദ പാസേജ് ഇൻ ദി സെൽ, കണ്ടൻഷൻ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽ ടേക്ക് പ്ലേസ് ത്രൂ ദിസ് ഓർഗനൽ. അതായത് കണ്ടൻഷൻ ഓഫ് മെറ്റീരിയൽസ്, സെല്ലിൻ്റെ ഉള്ളിലെ മെറ്റീരിയലൊക്കെ ഈ ഒരു വഴിയാണ്, ഈ ഒരു പാസേജിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ദെൻ ഓൾസോ നോൺ ആസ് സൈറ്റോസ്കെൽറ്റൻ. സൈറ്റോസ്കെൽറ്റൻ എന്ന് കൂടി പറയുന്നത് കാരണം ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആവില്ലേ. സോ ഇത് കോശത്തിനൊരു ഷേപ്പ് നൽകുന്നു. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദി ബോഡി. നെക്സ്റ്റ് വൺ, റൈബോസോം. റൈബോസോം എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ്റെ സിന്തസിസ് നടക്കുന്നത് റൈബോസത്തിലാണ്. ദെൻ ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് അറ്റാച്ചായി കിടക്കുന്നു. ദെൻ ഫ്രീ ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് നടക്കുകയാണ് ആര്? റൈബോസോം. നെക്സ്റ്റ് വൺ, വാക്യൂൾ. Covered by a characteristic membrane called
ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെംബ്രെയിൻ കൊണ്ട് ഇത് കവേർഡ് ആയിരിക്കുന്നു. ദെൻ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ വാട്ടർ സ്റ്റോർ ചെയ്യുക, എക്സ്ക്രീറ്ററി മെറ്റീരിയലില്ലേ സോൾട്ട്, അങ്ങനെ നമുക്ക് കോശത്തിന് വേണ്ടാത്ത വസ്തുക്കളും വെള്ളവും സ്റ്റോർ ചെയ്യണതാണ് വാക്യൂളിൻ്റെ ജോലി. അടുത്തത് ഗോൾഗി കോംപ്ലക്സ് ആണ്. കളക്ട് സെൽ സെക്രീഷൻ ലൈക്ക് എൻസൈം, ഹോർമോൺ, മ്യൂക്കസ്. അതായത് സെക്രീഷൻസ് ഇല്ലേ, ഇതേപോലത്തെ എൻസൈം, ഹോർമോൺ, മ്യൂക്കസ്, അതൊക്കെ കളക്ട് ചെയ്യാണ് പുള്ളിക്കാരൻ്റെ ജോലി, ഗോൾഗി കോംപ്ലക്സിന്. ദെൻ ഗ്ലാൻഡുലാർ സെല്ല്, ഇപ്പോൾ കണ്ണീർ ഗ്രന്ഥി കാണില്ലേ, അതേപോലെ ഗ്ലാൻഡുലാർ സെല്ലിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഗി കോംപ്ലക്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതാ നോക്കൂ, ഇതാ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ടേബിൾ ആക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, വേറെ പണിയൊന്നുമില്ല കേട്ടോ. Stages of development. The development of the cell biology is the result of the growth in the field of research of microscope. അതായത് മൈക്രോസ്കോപ്പിൻ്റെ വളർച്ചയും ഡെവലപ്മെൻറ്റും അതെല്ലാമാണ് സെൽ ബയോളജിയുടെ ഡെവലപ്മെൻറ്റിനും കാരണമായത്. ഓക്കെ, ദെൻ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈ എ ഒബ്ജക്റ്റ് ഓൺലി 2000 times ഇറ്റ്സ് സൈസ്. അതായത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് 2000 മടങ്ങ് വലുപ്പത്തിലാണ് ഒബ്ജക്റ്റിനെ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് മില്യൺ ടൈം വലുപ്പത്തിൽ നമുക്കത് കാണിച്ചു തരുന്നു. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ ആണ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ് സോഴ്സ്. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കും, ബട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ആണ് ഉപയോഗിക്കുക. ഇലക്ട്രോൺ എന്താണെന്നൊക്കെ നിങ്ങൾ വരുന്ന ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ പഠിക്കും. ഓക്കെ, ദെൻ വിച്ച് മാഗ്നിഫൈ ഒബ്ജക്റ്റ് മില്യൺ ടൈംസ് ക്ലിയർലി വി ഗോട്ട് എ ട്രൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൈക്രോസ്കോപ്പിക് സെൽ ഓർഗനൽ. അതായത് നമ്മൾ നോക്കുന്ന ആ ഒരു സെൽ ഓർഗനലിൻ്റെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു വിഷനാണ് നമുക്ക് ഏതിൽ കൂടെ നോക്കുമ്പോൾ കിട്ടുക, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കിട്ടുക. The history of microscope is the best evidence showing how science enables the development of technology and how technology enables the development of science. അതായത് നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് സയൻസ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിന് കാരണമായതും അതേപോലെ തന്നെ ടെക്നോളജി സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ എങ്ങനെ കാരണമായതെന്നും നമുക്കതിൽ മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. അത് ഈക്വൽ പ്രൊപ്പോർഷണലാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഭയങ്കരമായിട്ട് സഹായിച്ചു എന്നാണ് പറയുന്നത്. It would be very interesting to collect information and pictures of various microscopes from the simple microscope that helped Robert Hooke to observe tiny chambers of life to the advanced microscope that enable us to understand the secret of life within those tiny chambers. Then ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, മൈക്രോസ്കോപ്പിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നത്. പണ്ട് റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് സെല്ലിനെ നിരീക്ഷിച്ച വ്യക്തി. അന്ന് അദ്ദേഹം ടൈനി ആയിട്ടുള്ള ചാമ്പേഴ്സാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ, കോർക്കിൻ്റെ നമ്മൾ മുന്നേ പഠിച്ചില്ലേ. ദെൻ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ പുരോഗമിച്ച് സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ പാർട്സൊക്കെ പഠിക്കുന്നു അല്ലേ. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഹിസ്റ്ററി. ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയസ്, ദ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, വായിച്ച് മനസ്സിലാക്കണം എല്ലാവരും. Isn't it necessary to control and coordinate innumerable life activities in the cell? The various proteins produced in the cell play a major role in regulating various activities in the cell. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു പ്രോട്ടീൻ സിന്തസിസ് എവിടെ നടക്കുന്നുണ്ട്, കോശത്തിൽ നടക്കുന്നുണ്ട്. അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ സെല്ലിൻ്റെ ഉള്ള ഒരാൾ വേണം അല്ലേ. അതില്ലെങ്കിൽ ഇതൊക്കെ പാളിപ്പോവില്ലേ. ദെൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം, അതാണ് ആര്, ന്യൂക്ലിയസ് അല്ലേ.
The synthesis of protein under the control of gene in the chromatin reticulum in the nucleus. അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം കണ്ടോ, ഒരു നൂല് പോലെ കിടക്കുന്ന അതിൻ്റെ ഉള്ളിൽ ജീൻസാണ്. ഓക്കെ, then hence the nucleus is considered as the regulatory center of the cell. അതുകൊണ്ട് തന്നെയാണ് ന്യൂക്ലിയസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു കോശത്തിലെ റെഗുലേറ്ററി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. കേട്ടോ? ഓക്കെ, നമുക്കിനി ന്യൂക്ലിയസിനെ പറ്റി പഠിക്കാം. നോക്കൂ, ന്യൂക്ലിയസിൽ ഒരുപാട് പാർട്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ന്യൂക്ലിയർ മെംബ്രെയിൻ. എന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ? ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്ന ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിനാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോർ ആർ പോർസ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. അതായത് ന്യൂക്ലിയർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് ന്യൂക്ലിയർ പോർ. ദേ ഹെൽപ്പ് ഇൻ ദി കണ്ടൻഷൻ ഓഫ് മെറ്റീരിയൽ ടു ആൻഡ് ഫ്രം ദി ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് ഉള്ളിലേക്കുമുള്ള മെറ്റീരിയലിൻ്റെ കണ്ടൻഷനെയാണ് ഈ സുഷിരങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ സുഷിരങ്ങൾ. ദെൻ ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ദേ ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദി ന്യൂക്ലിയോപ്ലാസം. ദേ ക്യാരി ജീൻസ്. ന്യൂക്ലിയോപ്ലാസം എന്ന് നമുക്ക് പറയാം ആദ്യം. ഇറ്റ് ഈസ് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയോലസ് ആൻഡ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആർ സീൻ ഹിയർ. അതായത് ന്യൂക്ലിയസിലെ ഒരു ദ്രാവക ഭാഗമാണ് ന്യൂക്ലിയോലസ്. ദെൻ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആർ സീൻ ഹിയർ. ക്രൊമാറ്റിൻ റെറ്റിക്കുലം കാണാനില്ലേ? ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ആ നൂല് പോലെയുള്ള ആ നെറ്റ്വർക്കാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. അതെവിടെ കാണപ്പെടുന്നത്? ന്യൂക്ലിയോലസിലാണ് കാണപ്പെടുന്നത്. ദെൻ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ദി ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദി ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണപ്പെടുന്ന ആ നെറ്റ്വർക്കാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം. അതെന്താണ് ക്യാരി ചെയ്യുന്നത്? ജീനിനെയാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ് പറഞ്ഞാൽ എന്താ? ആ ന്യൂക്ലിയസിൻ്റെ നടുഭാഗത്ത് കാണപ്പെടുന്ന ഒരു വൃത്ത അല്ലെങ്കിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ആ ഒരു ഭാഗമാണ് ന്യൂക്ലിയോലസ്. ഓക്കെ, ഇതിനാണ് പ്രോട്ടീൻ സിന്തസിസിനുള്ള, റൈബോസോം സിന്തസിസിനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗമാണിത്. ഇവിടെ വെച്ചാണ് റൈബോസോമിൻ്റെ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ന്യൂക്ലിയസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി താഴെ ഒരു ടേബിൾ ഉണ്ട്, പാർട്ട് പെക്യുലാരിറ്റി. നമ്മളിതിൽ ഇപ്പോൾ പഠിച്ചത് ടേബിളാക്കി എഴുതിയാൽ മതി. കേട്ടോ? ഇനി പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. In the cell of bacteria, cyanobacteria and mycoplasma, no nucleus is seen. These organisms are called prokaryote. നിങ്ങൾ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ഇവയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇവയൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് കാണപ്പെടില്ല? ന്യൂക്ലിയസ് കാണപ്പെടില്ല. അവയെയാണ്, ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, then amoeba, animals and plant and well-defined nucleus covered by membrane is seen. These organisms are called eukaryote. അതായത് അമീബ, അതുപോലെ മൃഗങ്ങൾ, സസ്യങ്ങൾ, ഇവയിലെല്ലാം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും മെംബ്രെയിനോട് കൂടിയ ന്യൂക്ലിയസ് കാണപ്പെടുന്നു. അവയെ നമ്മൾ എന്തു പറയുന്നു? യൂകാരിയോട്സ് എന്ന് പറയുന്നു. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ പ്രോകാരിയോട്ടെന്നും ന്യൂക്ലിയസ് ഉള്ള ജീവികളെ യൂകാരിയോട്ടെന്നും പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ദോസ് ഹു ചേഞ്ച് കളർ ആൻഡ് ടേസ്റ്റ്. ഇതിൽ ബയോ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കോളത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. Didn't we see that the cell has membranous covering? This covering separates the cell from its adjacent cell. അതായത് ഒരു സെല്ലിനെ മറ്റ് സെല്ലായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് സെല്ലിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അല്ല, ഒരുപാട് കോശങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവയൊന്നും കണക്റ്റ് ചെയ്യാണ്ട്, അതായത് പരസ്പരം കണക്റ്റ് ആവാണ്ട് നോക്കുന്നത് എന്താണ്? മെംബ്രെയിനാണ്. സെല്ലുകൾക്ക് മാത്രമല്ല, സെല്ലിൻ്റെ ഉള്ളിലത്തെ ന്യൂക്ലിയസിനും അതേപോലെ സെൽ ഓർഗനൽസിനും എല്ലാം മെംബ്രെയിൻസ് ഉണ്ട്.
Okay, these biomembranes regulate the exchange of material between the cell and between cell organelle and cytoplasm. സെല്ലുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ചും അതേപോലെ സൈറ്റോപ്ലാസവും സെൽ ഓർഗനലും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ബയോമെംബ്രെയിൻസ് ആണ്. നമ്മൾ ഈ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് വിളിക്കുന്നത്? ഈ ഒരു മെംബ്രെയിൻ എസെൻഷ്യലായുള്ള മെറ്റീരിയൽസിനെ മാത്രമേ പാസ് ചെയ്യാൻ അലോ ചെയ്യുള്ളൂ. ഓക്കെ, ഇതാ ഒരു കുട്ടി കടയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ കുട്ടിക്കൊരു ഡൗട്ട് നോക്കി നോക്കൂ. നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ആ ഡൗട്ട്. ആദ്യം എല്ലാ പഴങ്ങളും പച്ച നിറത്തിലായിരിക്കും. പിന്നെ അത് പഴുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കളർ ചേഞ്ച് ഉണ്ടാവും. റെഡ് ആവാം, ഓറഞ്ച് ആവാം, യെല്ലോ ആവാം. എന്തായിരിക്കും ഈ കളർ ചേഞ്ചിന് കാരണം? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ഡൗട്ട്. ഓക്കെ, നമുക്ക് എന്താ അതിനുള്ള കാരണം എന്ന് നോക്കി നോക്കാം. പ്ലാസ്റ്റിഡ് ആർ ദ സെൽ ഓർഗനൽ ദാറ്റ് ആർ എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ. പ്ലാസ്റ്റിഡ് ഒരു സെൽ ഓർഗനലാണ്. അതെവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക? പ്ലാന്റ് സെല്ലിലാണ്. അനിമൽ സെല്ലിൽ കാണപ്പെടില്ല. ഓക്കെ, അത് 3 തരത്തിലുണ്ട്: ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. നമുക്കറിയാലോ ക്ലോറോപ്ലാസ്റ്റിൻ്റെ പച്ച നിറമാണെന്ന്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലേ? ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിനും അതുപോലെ ഫ്ലവേഴ്സിനും കളർ കൊടുക്കുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണ്. സാന്തോഫിൽ യെല്ലോ, കെരോറ്റിൻ യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസയാനിൻ റെഡ്, പർപ്പിൾ എക്സെട്ര. നമ്മൾക്കിത് വലിയ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടാവും കേട്ടോ. ക്രോമോപ്ലാസ്റ്റിലുള്ള സെർട്ടൻ പിഗ്മെൻ്റ് ആണ് ഏതൊക്കെ? സാന്തോഫിൽ, കെരോറ്റിൻ, ആന്തോസയാനിൻ എക്സെട്ര. വേരിയസ് റേഞ്ചസ് ഓഫ് ദിസ് പിഗ്മെൻറ്റ് ഇമ്പാർട്ട് ഡിഫറെൻറ്റ് കളർ ടു വേരിയസ് പാർട്ട് ഓഫ് ദി പ്ലാന്റ്. ഇവയുടെ ആ ഒരു റേഞ്ചിനനുസരിച്ചായിരിക്കും ചെടികൾക്കുള്ള ഒരു കളറ്. അതായത് നമ്മൾ നല്ല ഇവരുടെ ഈ ഒരു പ്രസൻസ് കൂടുതലുള്ളപ്പോൾ നമുക്ക് കൂടുതൽ കളർ കാണാൻ പറ്റും. ഇപ്പോൾ ചില മാങ്ങകൾക്കൊക്കെ നല്ല കളർ ഉണ്ടാവില്ലേ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് കൂടിയിട്ടുണ്ടാവും. ചില മാങ്ങകൾക്ക് അത്ര കളർ ഉണ്ടാവില്ല. ഇതൊക്കെ ഇതിൻ്റെ വേരിയേഷൻ, ആ ഒരു പ്രസൻസിൻ്റെ വേരിയേഷൻ കാരണമാണ്. ഓക്കെ, ലൂക്കോപ്ലാസ്റ്റ് ആർ പ്ലാസ്റ്റിഡ്സ് ഹാവിങ് നോ സ്പെസിഫിക് കളർ. ഒരു കളറും ഇല്ലാത്ത ഒരു പ്ലാസ്റ്റിഡാണ് ലൂക്കോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റ് ആർ സീൻ ഇൻ പ്ലഞ്ചി ഇൻ ദ സെൽസ് വേർ ഫുഡ് മെറ്റീരിയൽ ആർ സ്റ്റോർഡ്. ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തുള്ള ആ സെല്ലിലാണ് ഏറ്റവും കൂടുതൽ ലൂക്കോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്. പഴങ്ങൾ പഴുക്കുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, പഴങ്ങൾ പഴുക്കുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. ഓക്കെ, ആദ്യം പച്ച നിറത്തിലുള്ള പഴങ്ങൾ കളർ ചേഞ്ചായി മാറുന്നത് ക്രോമോപ്ലാസ്റ്റ് ആയിട്ടത് മാറുമ്പോഴാണ്. ഓക്കെ, അത് തക്കാളിക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നതും ഓറഞ്ചിന് ഓറഞ്ച് നിറം കൊടുക്കുന്നതും പഴത്തിന് മഞ്ഞ നിറം കൊടുക്കുന്നതൊക്കെ ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആവുമ്പോഴാണ് കേട്ടോ. സ്റ്റാർച്ച് കൺവേർട്ടഡ് ടു ഷുഗർ. ആദ്യമൊക്കെ നമ്മൾ ഏത് പഴം കഴിച്ചാലും ഒരു ചവർപ്പ്, ഒരു പുളി, മാങ്ങയ്ക്കൊക്കെ ഭയങ്കര പുളിയാവില്ലേ? പിന്നെ അത് പഴുക്കുന്തോറും മധുരം കൂടി വരുന്നു. അതെന്തുകൊണ്ടാണ്? സ്റ്റാർച്ച്, ആദ്യം അതിൽ സ്റ്റാർച്ചാണ് ഉണ്ടാവുക, പിന്നെ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ടേസ്റ്റ് വ്യത്യാസത്തിന് കാരണം. ഓക്കെ, ദിസ് ഈസ് ദ സീക്രറ്റ് ബിഹൈൻഡ് ദ ചേഞ്ച് ഇൻ ദി കളർ ആൻഡ് ദ ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് പ്ലാന്റ് സെല്ലിനെ പറ്റിയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അനിമൽ സെല്ലിനെ പറ്റിയാണ്. ഓക്കെ, ഈ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്? പ്ലാന്റ് സെല്ലിന് ഒരു കൃത്യമായിട്ടുള്ളൊരു സെൽ വോൾ ഉണ്ടായിരുന്നു. ഇവിടെ അത് കാണുന്നുണ്ടോ? ഇല്ല. അതുപോലെ സെൻട്രോസോം, ലൈസോസോം, ഇത് രണ്ടും പ്ലാന്റ് സെല്ലിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്താണ് സെൻട്രോസോം? Centrosome is the cell organelle that is found only in animal cells that centrioles
ദാറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദ സെൽ ഡിവിഷൻ ആർ സീൻ ഇൻ ദി സെൻട്രോസോം. സെൻട്രോസോം എന്ന് പറഞ്ഞാൽ അനിമൽ സെൽസിൽ കാണപ്പെടുന്ന ഒരു ഓർഗണലാണ്. ദെൻ സെൻട്രിയോൾസ് എന്ന് പറഞ്ഞാൽ സെൻട്രോസോമിലെ ഭാഗമാണ് സെൽ ഡിവിഷന് സഹായിക്കുന്നത്. സെൻട്രോസോമിലുള്ള സെൻട്രിയോൾസ് ആണ് സെൽ ഡിവിഷന് സഹായിക്കുന്നത്. ഓക്കെ. ഇനി ലൈസോസോം അനിമൽ സെല്ലിലാണ് കാണപ്പെടുന്നത്. ദെൻ ഒരു ഡൈജസ്റ്റീവ് എൻസൈം എന്തിലുണ്ടാവും? ലൈസോസോമിലുണ്ടാവും. നമ്മൾ ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്ട്രക്ഷൻ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ലൈസോസോം സഹായിക്കുന്നു. ഓക്കെ. ഇവിടെ നോക്കിയേ, കമ്പയർ ദ പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽ ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ. അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആയിട്ട് ഉള്ളതും രണ്ടിലും ഉള്ളതും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അനിമൽ സെല്ലിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? അനിമൽ സെല്ലിന് മാത്രമായിട്ടുള്ളത് എന്താണ്? സെൻട്രോസോമും ലൈസോസോമും. പ്ലാന്റ് സെല്ലിലോ സെൽ വാൾ, പ്ലാസ്റ്റിഡ്, വാക്യൂൾ. ഇനി ഇതിൽ രണ്ടെണ്ണത്തിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാ? ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, then Golgi complex. Okay. Then prepare an illustration like this showing the differences between prokaryotes and eukaryote. അങ്ങനെ പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദോ ഓർഗാനിസം ഷോ ഡൈവേഴ്സിറ്റി ഇൻ ദർ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, ദർ സെൽസ് ഷോ റിസംബിൾസ് ഇൻ ദർ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. എല്ലാ ജീവികൾക്കും പുറമേ കാണുമ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ജീവികളുടെയും സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലെ ആയിരിക്കും. ദിസ് യൂണിറ്റി അറ്റ് ദ മൈക്രോ ലെവൽ ഇസ് എ ക്ലിയർ എവിഡൻസ് ഓഫ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം. പുറമേ വ്യത്യാസങ്ങൾ കാണിക്കുമെങ്കിലും ഉള്ളിൽ നോക്കുമ്പോൾ എല്ലാ ജീവികൾക്കും ഒരു പരസ്പര ബന്ധമുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നു അല്ലേ. എല്ലാ ജീവികളും പുറത്ത് ഒരുപോലെ ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഉള്ളിൽ അവരുടെ കോശങ്ങളുടെ ഘടന, അതിലുള്ള പാർട്സ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ. ഇതെല്ലാ മൃഗങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് കാണിച്ചു തരുന്നു. ഓക്കെ. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.